എനിക്ക് ോടുകൂടെ ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ കണ്ടോളൻസ്. കരയല്ലേ അമ്മ? ആരുടെയും കുറ്റം കൊണ്ടല്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വിഷമിക്കില്ലേ? അവളായിരിക്കും ഇതിന്റെയൊക്കെ പിന്നിൽ. എന്നിട്ടൊന്നും അറിയാത്ത പോലെ അവിടെ ഇരിക്കുക. എന്തുകൊണ്ടാ നിത്യ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് മനസ്സിലാക്കാൻ പറ്റിയായിരുന്നോ? ഇല്ല. പോലീസ് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. എനിക്കറിയാം കാരണം എന്താണെന്ന്. ഒരാൾ എപ്പോഴാ ആത്മഹത്യ ചെയ്യുന്നതെന്നറിയോ? ജീവിച്ചിട്ട് ഇനി ഒരു പ്രയോജനം ഇല്ലാന്ന് തോന്നുമ്പോഴാ. നിത്യക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി കാണും. ഒരിക്കലും എന്റെ മുഖം അങ്ങനെ തോന്നില്ല എന്ന് നീയല്ലേ പറയുന്നേ? സത്യം അങ്ങനെ അല്ലെങ്കിലോ? സത്യം പിന്നെ എങ്ങനെയാ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതാ. ഈ വീടും സ്ഥലവും ഇവര് തട്ടിയെടുത്തതുകൊണ്ടാ നിത്യ അങ്ങനെ ചെയ്തത്. ഇന്ന് നിന്നോട് ആര് പറഞ്ഞു? ആരെങ്കിലും പറയണോ? ആലോചിച്ച് നോക്കിയ പോരെ. പുറത്തൊക്കെ ആൾക്കാർ നിൽക്കുന്നു. അല്ലെങ്കിൽ ഇതിന്റെ മറുപടി ഞാൻ പറഞ്ഞേനെ. എടി, നിത്യം മരിച്ചത് സ്വത്ത് പോയതുകൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ നിനക്ക് നല്ല ഉത്സാഹമുണ്ടല്ലേ? അത് ഇവിടെ പുറത്തെടുക്കണ്ട. നിത്യ ആത്മഹത്യ ചെയ്തതാണെന്ന് പോലും വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് മിണ്ടാതൊരു ഭാഗത്തിരിക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ ആണ്ടി മേടിക്കുന്നു. ഇതൊരു മരണവിട. ആ ബോധം ഉണ്ടായിരിക്കണം എപ്പോഴും. അല്ലെങ്കിൽ